വാഴക്കിളി അല്ലെങ്കിൽ തത്തച്ചിന്നൻ എന്നൊക്കെ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? അപ്പോൾ നമ്മുടെ കേരളത്തിൽ കണ്ടുവരുന്ന ഒരു ചെറിയൊരു തത്തയുടെ വെറൈറ്റിയാണ് ഈ പറയുന്ന കിളി. അപ്പോൾ അതാണ് നിങ്ങളാ കാണുന്ന തത്തയുടെ പോലെ ഇരിക്കുന്ന കിളി. അതിൻ്റെ അപ്പുറത്ത് ഇരിക്കുന്നത് തൊപ്പിക്കിളിയാണ്. തൊപ്പിക്കിളിയെക്കുറിച്ചൊരു ഡീറ്റെയിൽഡ് വീഡിയോ നമ്മളുടെ ഓൾറെഡി വരുന്നുണ്ട്. അപ്പോൾ അത് മുട്ടയിടുന്നതും കുഞ്ഞിനെ വിരിയിക്കുന്നതും കുഞ്ഞിന് തീറ്റ കൊടുക്കുന്നതും കുഞ്ഞിനെ പറപ്പിച്ചുകൊണ്ട് പോകുന്നത് വരെ ഉണ്ട്. അപ്പോൾ സൗത്ത് ഇന്ത്യയിലെ വേർണൽ ഹാങ്ങിങ് പാരറ്റ് എന്നറിയപ്പെടുന്ന സിറ്റാക്കുലാഡേ ഫാമിലിയിൽപ്പെട്ട ലോറിക്കുലസ് വെർണാലിസ് എന്ന സ്പീഷീസാണ് ഇത്. അപ്പോൾ ഈ ലോറിക്കുലസ് വെർണാലിസ് എന്ന് പറയുന്ന പേരിട്ടേക്കുന്നത് സ്പാർമാൻ ആണ്. അത് 1787 അപ്പോൾ ഇതിനെ ഇന്ത്യ, നേപ്പാൾ, ഭൂട്ടാൻ, ബംഗ്ലാദേശ്, മ്യാൻമാർ, തായ്ലാൻഡ്, വിയറ്റ്നാം, കംബോഡിയ, ലാവോസ്, പിന്നെ പല പാർട്സ്, ചൈനയുടെ പല പാർട്സിലായിട്ട് കണ്ടുവരുന്ന ഒരു തത്തമ്മയാണ്. ഇത് ട്രോപ്പിക്കൽ ആൻഡ് സബ് ട്രോപ്പിക്കൽ ഫോറസ്റ്റും പ്ലാന്റേഷൻസും ഗാർഡൻസും ഫോറസ്റ്റ് എഡ്ജസിലൊക്കെയാണ് കൂടുതലും കണ്ടുവരുന്നത്. ഇത് നമ്മുടെ കേരളത്തിലുള്ള വെസ്റ്റേൺ ഗാർഡ്സിലും ആൻഡമാൻ ഐലൻഡ്സിലും പിന്നെ ഇൻഡോ ചൈന റീജിയൻസിലൊക്കെ ഇഷ്ടം പോലെ കണ്ടുവരുന്നുണ്ട്. എന്നാൽ ഇതിൻ്റെ ഒരു കളറ് കാരണം ഇതിനെ സ്പോട്ട് ചെയ്യൽ അത്ര എളുപ്പമുള്ള പരിപാടിയാണ്. ഇവിടെ ഇപ്പോൾ റംബുട്ടാൻ പഴുത്തോന്ന് നോക്കാനായിട്ട് ചെന്നപ്പോഴാണ് ആ മരത്തിലൊരു അനക്കം കണ്ടതും ഇതിനെ ഒന്ന് സ്പോട്ട് ചെയ്തത്. നിങ്ങൾ ഇപ്പോൾ ഈ കാണുന്നത് ഇത് റംബുട്ടാൻ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സീനാണ്. അപ്പോൾ ഒരു പ്രത്യേക രീതിയിലാണ് ഇത് കഴിക്കുന്നത്. അതായത് ഇത് മോളിലത്തെ കൊമ്പിൽ ചെന്നിരുന്നിട്ട് നേരെ തല കീഴായി കിടന്നാണ് ആക്ച്വലി കഴിക്കുന്നത്. കഴിക്കുമ്പോൾ മാത്രമല്ല കേട്ടോ, മൂപ്പര് ഉറങ്ങുമ്പോഴും തല കീഴായി കിടന്നാണ് ഉറങ്ങുന്നത്. ഇതേപോലെ തല കീഴായി കിടന്ന് ഉറങ്ങുന്ന വേറെ ഒരു മാമലാണ് വവ്വാൽ. ഇതിനെ കണ്ടു കിട്ടിയത് റംബുട്ടാൻ മരത്തിൽ നിന്നാന്ന് പറഞ്ഞല്ലോ. അപ്പോൾ തന്നെ ഇതിൻ്റെ ഒരു ഫുഡിൻ്റെ ഒരു രീതികൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഊഹം കാണും. അപ്പോൾ ഇത് കഴിക്കുന്നത് മെയിനായിട്ട് ഇതുപോലത്തെ ബെറീസ്, റംബുട്ടാൻ പോലത്തെ ബെറീസ്, പിന്നെ അതുപോലത്തെ തന്നെ വേറെ ബെറീസുകളും, പിന്നെ ഫിഗുകളും, പിന്നെ ഗുവാവ അതായത് പേരയ്ക്ക, പഴം, ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു ഇഷ്ട ഭക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. പിന്നെ ഇതിൻ്റെ ഒരു ഇഷ്ട ഭക്ഷണം ഉള്ളത് നെക്ടറാണ്, അതായത് തേൻ. അപ്പോൾ ഇതൊരു തേൻ കിളി കൂടിയാണ്. തേൻ കുടിക്കുമ്പോൾ കൂടുതലായിട്ടും കുടിക്കുന്നത് മിസ്റ്റിൽറ്റോ, എറിത്രിന, പ്ലാന്റെയിൻ എന്നീ ചെടികളിൽ നിന്നാണ്. ഇത് വളരെ ഒക്കേഷണലി ആണ്, ഗതി കെട്ടാലാണ് ഇത് സീഡ്സും ഇൻസെക്ട്സിനെയും ഒക്കെ കഴിക്കുള്ളൂ. പിന്നെ ക്യാപ്റ്റിവിറ്റിയിൽ ഇതിന് കൊടുക്കാൻ പറ്റുന്ന ഭക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആപ്പിള്, പോമഗ്രാനൈറ്റ്, മില്ലറ്റ്, മീൽ വേംസ് എന്നിവയൊക്കെയാണ്. അപ്പോൾ നമ്മളുടെ കൊക്കൻ തേൻകിളി, അതായത് സൺബേർഡ് പോലെ തന്നെ ഇതിൻ്റെ നാക്ക് ഒരു ബ്രഷ് പോലെ ഇരിക്കുന്ന ടിപ്പൊക്കെ ഉള്ള ഒരു നാക്കാണ്. അത് മെയിനായിട്ടും ഈ തേൻകിളികൾക്കാണ് കൂടുതലായിട്ടും അങ്ങനെ ഉള്ളതെന്നാണ് തോന്നുന്നത്. തേൻ എക്സ്ട്രാക്ട് ചെയ്യാനായിട്ടുള്ള എളുപ്പത്തിനാണ് അത്. അപ്പോൾ ഇതിൻ്റെ ഒരു കോമൺ പേര് വേർണൽ ഹാങ്ങിങ് പാരറ്റ് നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു. അത് കൂടാതെ തന്നെ വേറെ പല പേരുകളുണ്ട്. ഇന്ത്യൻ ഹാങ്ങിങ് പാരറ്റ്, ഇന്ത്യൻ ലോറിക്കീറ്റ്, അല്ലെങ്കിൽ ഗ്രീൻ ഹാങ്ങിങ് പാരറ്റ് എന്നൊക്കെയാണ്. ഈ പേരുകളിലൊക്കെ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കാണാം ഒരു ഹാങ്ങിങ് ഉണ്ട്. അപ്പോൾ ഹാങ്ങിങ് പാരറ്റ് എന്ന് പറയുന്നത് മിക്കവാറും ഇത് തലകുത്തി കിടന്നൊക്കെ ഉറങ്ങുന്നതുകൊണ്ടും തലകുത്തി കിടന്ന് ഭക്ഷണം കഴിക്കുന്നതുകൊണ്ടൊക്കെ ആയിരിക്കും. ഇനി ഇതിൻ്റെ ഒരു കൺസർവേഷൻ സ്റ്റാറ്റസ് നോക്കുകയാണെങ്കിൽ ഇത് IUCNൽ ലീസ്റ്റ് കൺസേൺ ആയിട്ട് പറയുന്ന ഒരു പക്ഷിയാണ്. പക്ഷേ ഇതിൻ്റെ പോപ്പുലേഷൻ വളരെ ഡിക്രീസിങ് ഓർഡറിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ മെയിൻ റീസൺ ഇല്ലീഗൽ പെറ്റ് ട്രേഡും അതുപോലെ തന്നെ ഹാബിറ്റാറ്റ് ലോസും. അതുകൊണ്ട് മാക്സിമം ഇതിനെ പിടിച്ച് കൂട്ടിലടച്ച് ഇടാതിരിക്കാൻ ശ്രമിക്കുക. ഇതിനെ അവസാനം കാണാൻ പോലും കിട്ടാതെയാവും. ഇതിനൊരു ഫസ്റ്റ് ലെയർ പ്രൊട്ടക്ഷൻ കൊടുക്കാനായിട്ട് ഇതിൻ്റെ ഇൻ്റർനാഷണൽ പെറ്റ് ട്രേഡ് റെസ്ട്രിക്റ്റ് ചെയ്തിട്ടുണ്ട്. അത് റെസ്ട്രിക്റ്റ് ചെയ്തേക്കുന്നത് സൈറ്റ്സ് അപ്പൻഡിക്സ് 2 അണ്ടറിലാണ്, CITES സൈറ്റ്സ്. ഇനി ഇതിൻ്റെ ഒരു ലിവിങ് കണ്ടീഷനും ബിഹേവിയറൊക്കെ നോക്കാം. അപ്പോൾ ഇത് കൂടുതലായിട്ടും ചെറിയ ചെറിയ കൂട്ടത്തോടെയാണ് അല്ലെങ്കിൽ പേഴ്സായിട്ടാണ് ഇത് ജീവിക്കുന്നത്. അപ്പോൾ ഉറങ്ങുമ്പോഴും കഴിക്കുമ്പോഴൊക്കെ തലകുത്തി കിടന്നാണ് ഇത് ഉറങ്ങുന്നതും കഴിക്കുന്നതും. അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട് അതിന്. പിന്നെ മറ്റ് തത്തകളെ പോലെ തന്നെ ഇതിൻ്റെ കൂടെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മരത്തിലൊക്കെ കാണുന്ന പൊത്തുകളാണ്. ഇത് പറക്കുന്നത് വളരെ സ്വിഫ്റ്റ് ആയിട്ടാണ്, വളരെ സ്വിഫ്റ്റ് ആൻഡ് ക്വിക്ക് ഫ്ലൈറ്റ്സ് ആണ് ഇതിനുള്ളത്. അതുപോലെ തന്നെ ഇതിൻ്റെ സൗണ്ട് നോട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൈ പിച്ച്ഡ് സൗണ്ട് നോട്ട്സ് ആണ്. ജി അല്ലെങ്കിൽ ജി എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു സൗണ്ട് നോട്ട്സ് ആണ് ഇതിനുള്ളത്. ഈ വീഡിയോയുടെ അവസാനം ഇത് പറന്നു പോകുമ്പോഴാണ് ഇത് അങ്ങനെ ഒരു സൗണ്ട് ഉണ്ടാക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു ലൈഫ് സൈക്കിളിലേക്ക് വരാം. അപ്പോൾ ഇതിൻ്റെ ബ്രീഡിങ് സീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മെയിനായിട്ട് മാർച്ച് ടു ജൂൺ ആണ് ഇതിൻ്റെ ബ്രീഡിങ് സീസൺ. പിന്നെ ഒരു ക്ലച്ച് സൈസ് ഇതിൻ്റെ ഒരു 2 to 4 വൈറ്റ് എഗ്സ് ആണ് ഇത് ഇടുന്നത്. പിന്നെ ഇൻക്യുബേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഇൻക്യുബേഷൻ ഒരു 20 days ആണ്. അതിൻ്റെ അത് അടയിരിക്കുന്നത് ഫീമെയിൽസ് ആണ്. അപ്പോൾ മുട്ടയൊക്കെ വിരിഞ്ഞ് കഴിഞ്ഞ് 33 ദിവസം കഴിയുമ്പോഴാണ് ഇത് പറന്നു തുടങ്ങണേ. ഇതിൻ്റെ ടോട്ടൽ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് 14 വർഷം വരെ എടുക്കാം വൈൽഡിലാണെങ്കിൽ. അപ്പോൾ ഇനി ഇതിൻ്റെ ഒരു പ്രെഡേറ്റേഴ്സ് എന്നൊക്കെ പറയണത് നമ്മുടെ കഴുകൻ, പരുന്ത്, റാപ്റ്റേഴ്സ്, പിന്നെ പാമ്പുകൾ, അതുപോലെ തന്നെ പലതരം മരത്തിൽ കയറുന്ന മാമൽസ് ഒക്കെയാണ്. ഇതിൻ്റെ ഒരു എസ്കേപ്പ് മെക്കാനിസം മെയിൻലി ഇതിൻ്റെ കളർ തന്നെയാണ്, ഗ്രീൻ കളറ്. അത് നല്ല ക്യാമോഫ്ലേജിങ് ആണ്, ഇതിനെ സ്പോട്ട് ചെയ്യാൻ ഭയങ്കര പാടാണ്. പിന്നെ അജൈൽ ഫ്ലൈറ്റ് ആണ്, നല്ല സ്വിഫ്റ്റും ഇറാറ്റിക് മൂവ്മെൻറ്റ്സും ആണ് ഇതിനുള്ളത്. ഭയങ്കര സ്വിഫ്റ്റാണ്, പെട്ടെന്ന് ഇത് പറന്നു പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതികൂടെ പോയെന്ന് നമുക്ക് അറിയാൻ പറ്റത്തില്ല.
പിന്നെ വോക്കൽ അലാറംസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നൊട്ടേഷൻസ് കൊടുക്കും മറ്റുള്ളവർക്ക്, ഹൈ പിച്ച്ഡ് കോൾസ് കൊടുക്കും എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ. ഇതിൻ്റെ ഒരു കൾച്ചറൽ സിഗ്നിഫിക്കൻസ് പറയുകയാണെങ്കിൽ നമ്മളുടെ ഇന്ത്യൻ ഫോൾക്ലോറിൽ, അതായത് നാടോടി കഥകളിൽ, പിന്നെ ട്രഡീഷണൽ ആർട്സിലൊക്കെ ബ്യൂട്ടിയും വൈറ്റാലിറ്റിയും പിന്നെ നേച്ചേഴ്സ് ഹാർമണിയും ഒക്കെ സിംബിളൈസ് ചെയ്യുന്ന ഒരു പക്ഷിയാണ്. വെസ്റ്റേൺ ഗാർഡ്സിലെ കോഫി പ്ലാന്റേഷനിലൊക്കെ ഒരു എക്കോളജിക്കൽ ഹെൽത്ത് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഒരു സ്പീഷീസ് കൂടിയാണിത്. കാരണം മരുന്നൊക്കെ അടിക്കുന്ന ഏരിയ ആണെങ്കിൽ ഇത് അവിടെ കാണത്തില്ല. ഇതിനെ പെറ്റ്സ് ആക്കി വെക്കാനായിട്ട് കുറച്ച് റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉള്ള ബേർഡാണ്. അത് വളരെ നല്ല കാര്യം കൂടിയാണ്. കാരണം ഇതിനെ ഒരുപാട് ആൾക്കാരിങ്ങനെ പിടിച്ച് കൂട്ടിലിട്ട് പെറ്റായിട്ട് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ടോട്ടൽ പോപ്പുലേഷൻ താഴേക്ക് പോകും. പിന്നെ ഇതിനെ കാണാൻ കിട്ടാതെയാവും, ഭയങ്കര റെയറാവും, പിന്നെ അവസാനം എക്സ്റ്റിങ്ക്റ്റ് ആവും. അപ്പോൾ ഇത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബേർഡാണ്, ഒരു സംരക്ഷണം വേണ്ട ഒരു ബേർഡാണ്. അപ്പോൾ നമ്മളൊരു 5 സ്റ്റാറൊക്കെ കഴിച്ച് ഒന്നും ചെയ്യാതിരിക്കുകയാണെങ്കിൽ ഇത് തന്നെത്താനെ ഇതിൻ്റെ പോപ്പുലേഷൻ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതിനെ ഇനി കാണാൻ കിട്ടുമെന്ന് എനിക്കറിയത്തില്ല. കിട്ടുകയാണെങ്കിൽ മാക്സിമം ഒരു ക്ലോസപ്പ് വീഡിയോ ഒക്കെ എടുക്കാൻ ശ്രമിക്കും. അപ്പോൾ ഇത് സന്ധ്യാസമയം ആയതുകൊണ്ടാണ് കുറച്ച് ഡാർക്കായി പോയത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഓൾമോസ്റ്റ് ഈ വീഡിയോയുടെ എൻഡിലേക്ക് നമ്മളെത്തി. ഇതിപ്പോൾ തന്നെ ഈ കൊമ്പിൽ നിന്ന് പറന്നു പോകുന്ന സമയത്ത് ഇത് ഒരു വോയിസ് നോട്ട്സ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് കേൾക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോയുടെ എൻഡ് വരെ ഒന്ന് നിൽക്കുക. ഇനിയൊരു കുറച്ച് സെക്കൻഡും കൂടെ ഉള്ളൂ ഇത്.